जय राधा माधव कुंज विहारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी जय यशोधनंदन जय ब्रजनरंजन जय यमुना तीरवंदचारी जय कुंज विहारी जय यमुना तीरवंदचारी जय कुंज विहारी जय राधा माधव जय कुंज विहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय राधा माधव राधे जय वृंदावनेश्वरी राधे राधे जय वृंदावनेश्वरी राधे जय गौरानिता जय गौरानिता जय गौरानी जय जय प्रभुपा जय जय प्रभुपा जय जय गुरुदेव जय जय गुरुदेव जय श्री श्री राधा माधव की जय जगन्नाथ देव सुंदर महारानी की जय नरसिंहदेव भगवान की जय गौरताई की जय श्री प्रभुपाद की जय गौर प्रेमानंदी हरि हरि Our glorious assembled devotees Hare Krishna, our glorious assembled devotees Hare Krishna, our glorious assembled devotees Hare Krishna. Our glorious Sri Guruvan Gauranga, our glorious Prabhupada ki jai. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ശ്രീമദ് ഭാഗവതം അധ്യായം 6 ശ്ലോകം നമ്പർ 3. അധ്യായത്തിന്റെ പേര് നാരദനും വ്യാസദേവനും മധ്യയുള്ള സംഭാഷണം എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം. അതിനുശേഷം നമുക്ക് വിവർത്തനം വായിച്ച് ഭാവാർത്ഥം വായിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ വിവരണം നടത്താം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ
ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകൈർ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോക നമ്പർ വായിക്കാം. ഒന്നാമത്തെ സ്കന്ധത്തില് അധ്യായം 6 മൂന്നാമത്തെ ശ്ലോകം. സ്വയം ഭൂവാകയാ കഥം ചേതമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കലേവരം. സ്വയം ഭൂവാകയാ വൃത്യാ തേ പരം വയഃ കഥം ചേതമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കലേവരം. സ്വയം ഭൂവാകയാ വൃത്യാ തേ പരം വയഃ കഥം ചേതമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കലേവരം. വാക്കർത്ഥം നോക്കാം. സ്വയം ഭുവ അല്ലയോ ബ്രഹ്മ. ആ ശ്ലോകത്തിൽ ഒരു വാക്ക് വിട്ടിട്ടുണ്ട്. ആദ്യത്തെ വരിയില് സംസ്കൃതത്തിൽ എന്താ? സ്വയംഭൂ ഖയാ വൃത്ത വിദിതം അല്ലേ? അല്ല പ്രഭു, വർത്തിതം ഉണ്ട്. സ്വയംഭുവ കയാ വൃത്യ വർത്തിതം തേ പരം വയാഹ. പക്ഷെ ഇതിൽ ഇല്ല കേട്ടോ, ഈ ഭാഗവത്തിലില്ല. ഓക്കെ പ്രഭു, ഹരീഷ്. ശരി ശരി. ശരിയാണ്. പക്ഷെ അതില്ല, എന്താണ് അർത്ഥത്തില് പറയുന്നുണ്ട് വർത്തിതം എന്നുള്ളത്. പക്ഷെ ഈ ശ്ലോകത്തിൽ അതില്ല. അപ്പോഴങ്ങനെ ആയിരിക്കും. സ്വയം ഭുവ കയാ വൃത്യ വർത്തിതം തേ പരം വയ എന്നാണ് അല്ലേ? അപ്പോഴൊന്നുകൂടെ വായിക്കാം. സ്വയം ഭുവ കയാ വൃത്യ വർത്തിതം തേ പരം വയ കഥം ചേതമുദസ്സാക്ഷി കാലേ പ്രാപ്തേ കലേവരം. ഹരേ കൃഷ്ണ. ഒരു വാക്കർത്ഥം നോക്കാം. സ്വയം ഭുവ അല്ലയോ ബ്രഹ്മസുത, കയ ഏത് അവസ്ഥയിൽ, വൃത്തയ ഉദ്യോഗവൃത്തി, വർത്തിതം ചെലവഴിക്കപ്പെട്ടു, തേ അങ്ങ്, പരം ദീക്ഷയ്ക്ക് ശേഷം, വയ ആയുസ്, കഥം എപ്രകാരം, ച ഇതം ഇത്, ഉദശ്രക്ഷി അങ്ങ് പരിത്യജിച്ചുവോ, കാലേ കാലക്രമേണ, പ്രാപ്തേ ആർജിച്ചു, കളേവരം ശരീരം. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ചെയ്യും. അല്ലയോ ബ്രാഹ്മണപുത്ര, ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം താങ്കൾ എപ്രകാരമാണ് ജീവിതം കഴിച്ചു കൂട്ടിയത്? പൂർവ ശരീരം ത്യജിച്ച് കാലക്രമേണ താങ്കൾക്ക് എപ്രകാരമാണ് ഈ ശരീരം പ്രാപ്തമായത്? ഭാവാർത്ഥം നോക്കാം. പൂർവജന്മത്തിൽ ശ്രീ നാരദൻ ഒരു സാധാരണ ദാസ്യപുത്രനായിരുന്നു. ആകയാൽ സനാതനത്വം, പരമാനന്ദത്വം, വിജ്ഞാനം എന്നിവ അത്യാവശ്യ ഘടകങ്ങളായ ആത്മീയ ശരീരത്തിലേക്ക് അദ്ദേഹം പരിപൂർണമായി രൂപാന്തരം പ്രാപിച്ചത് എപ്രകാരമാണ്? ഏവരുടെയും സംതൃപ്തിക്കായി വ്യാസദേവൻ ശ്രീ നാരദനോട് ഈ വസ്തുതകളെല്ലാം സ്പഷ്ടീകരിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഓം തത്സത്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമധേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ
ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആരാധ്യോ ഭഗവാൻ വൃജേശ തനയ തദ്ധാമ വൃന്ദാവന രമ്യ ഖച്ചിദുപാസന വ്രജവധൂ വർജിനയാ കൽപിതം. ശ്രീമദ്ഭാഗവതം പ്രമാണമമാലം പ്രേമ പുമർത്തോ മഹാ ശ്രീചൈതന്യ മഹാപ്രഭു മദമിദം തത്ര ധരോ ന പരാ. കരാരവിന്ദേ പാദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. വടസ്യ പാത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് ശ്ലോകത്തില് ശരിക്കും പറയാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചോദ്യം ചോദിക്കുന്നതാണ്. അല്ലയോ ബ്രാഹ്മണപുത്ര, ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം, ബ്രാഹ്മണപുത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതായത് ബ്രഹ്മാവിൽ നിന്ന് ജാതനായത് നാരദ മഹർഷി. അങ്ങനെ പറയണം, അല്ലയോ ബ്രാഹ്മണപുത്ര, ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം. വ്യാസദേവൻ ചോദിക്കുകയാണ്, അങ്ങ് ബ്രഹ്മാവിൽ നിന്ന് വന്നിട്ടുള്ള അതാണ്, അതിനാൽ ബ്രഹ്മാവിന്റെ പുത്രനാണ്. അങ്ങ് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം താങ്കൾ എപ്രകാരമാണ് ജീവിതം കഴിച്ചുകൂട്ടിയത്? ഇത് വളരെ ഒരു പോയിന്റാണ്. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം എപ്രകാരമാണ് ജീവിതം കഴിച്ചുകൂട്ടിയത്? പൂർവ്വ ശരീരം ത്യജിച്ച് കാലക്രമേണ താങ്കൾക്ക് എപ്രകാരമാണ് ശരീരം പ്രാപ്തമായത്? ഇപ്പോൾ ദീക്ഷ സ്വീകരിക്കുന്ന ആ ഒരു ശരീരമുണ്ട്. ഇപ്പോൾ ദീക്ഷ സ്വീകരിച്ച് ശരിക്കും ആ വേദാന്തികൾ പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് അദ്ദേഹം ജീവിച്ചു. അതിനുശേഷം ആ ശരീരം ത്യജിച്ചതിന് ശേഷം പിന്നെ എപ്രകാരമാണ് ഇപ്പോഴത്തെ ശരീരം പ്രാപ്തമായത് എന്നുള്ളതാണ്. ഇപ്പൊ ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് വരാൻ പോകുന്ന ശ്ലോകത്തിൽ എല്ലാം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ദീക്ഷ സ്വീകരിക്കുന്നത്, അതായത് ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കാരുണ്യം നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്സംഗം ലഭിക്കുമ്പോഴാണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഭഗവാന്റെ കാരുണ്യം, ഏറ്റവും വലിയ കാരുണ്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് സത്സംഗം, ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആധ്യാത്മിക പുരുഷനെ, ആധ്യാത്മികമായിട്ടുള്ള ഒരു ഗുരുവിനെ നമുക്ക് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഒരു മനുഷ്യജന്മത്തിൽ വന്നു ചേരുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഈ രണ്ട് കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിലയേറിയതായിട്ടുള്ള ഒരു ഘടകം. ഈ രണ്ടും ഇല്ലാത്ത ആള് എത്ര തന്നെ സമ്പത്ത് സമ്പാദിച്ചാലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാലും അയാളുടെ ജീവിതത്തിന് മൂല്യമില്ലാതായി തീരുകയാണ്.
ഒരാളുടെ ജീവിതത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് അയാൾ കിട്ടുന്ന സത്സംഗത്തിന്റെയും അതുപോലെ തന്നെ ഗുരുവിന്റെയും കൃപയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യ ജന്മം സഫലമാകുകയുള്ളൂ. അത് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരികയുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതില് സത്സംഗം വളരെയധികം പ്രാധാന്യം ഉണ്ട്, അല്ലെ? ഒരാൾക്ക് സത്സംഗം കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ദീക്ഷ എന്ന് പറയുന്ന അത് കിട്ടുകയുള്ളൂ, ഗുരുവിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ സത്സംഗത്തിന് വളരെയധികം പ്രാധാന്യമാണ്. ഇപ്പൊ നാരദ മഹർഷിക്ക് ഇവിടെ സത്സംഗം കിട്ടി. ചാതുർമാസ്യ വ്രതാനുഷ്ഠ ആ കാലഘട്ടത്തിൽ കുറച്ച് വരിഷ്ഠ ഭക്തന്മാർ അല്ലെങ്കിൽ വളരെയധികം ഉത്കൃഷ്ടരായിട്ടുള്ള ഭക്തന്മാരുമായിട്ട് നാരദ മഹർഷിക്ക് സംഘം ചേരാൻ പറ്റി. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഉള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ സത്സംഗമാണ്. കാര്യം എന്താണ് സത്സംഗത്തിന്റെ പ്രത്യേകത? അതായത് മലിനരായിട്ടുള്ള ജീവാത്മാവിനെ പരിശുദ്ധമാക്കാൻ സഹായിക്കുന്നതാണ് സത്സംഗം. നമ്മളെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ വന്നിട്ട് ത്രിഗുണങ്ങളാൽ നമ്മൾ മലിനപ്പെട്ട് കിടക്കുകയാണ്. ആ മലിനീകൃതമായ ജീവാത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സത്സംഗം എന്ന് പറയുന്നത്, അല്ലെ? കാര്യം ഇപ്പോൾ ഒരു കുളത്തിൽ നമ്മൾ വീഴുന്നുപോയി, വളരെയധികം മാലിന്യമേറിയ ഒരു കുളത്തിൽ വീഴുന്നുപോയി. പക്ഷെ അതിനെ രക്ഷിക്കാൻ ആരെങ്കിലും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ആ രക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു വസ്തുവിൽ നമ്മൾ പിടിച്ച് കരകയറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലെ? അങ്ങനെ ആ കുളത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ ഒരു മൃഗം വീഴുന്നുപോയി, ആ മൃഗത്തിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്താൻ ഇട്ടുകൊടുക്കുന്ന കയറോ അല്ലെങ്കിൽ ഏണിയോ എന്തെങ്കിലും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മൃഗം അതിൽ നിന്ന് തെന്നി മാറി പോവുകയുള്ളൂ. അതിൽ എന്താണ്, അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയില്ല. കാര്യം അതിന്റെ കോൺഷ്യസ് അങ്ങനെയുള്ള കോൺഷ്യസ് ആയത് കാരണമാണ്. അപ്പോൾ മനുഷ്യന് വളരെ ഹയർ കോൺഷ്യസ് ഉണ്ട്. അവൻ ഈ സംസാര സാഗരത്തിന്റെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കി അവൻ ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരു ജീവാത്മാവ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു സത്സംഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുവിന് വേണ്ടിയിട്ട് അവൻ അന്വേഷിക്കും. അതില്ലാത്ത ആളുകൾ, മൃഗാവബോധത്തിലുള്ള ആൾക്കാർ ഒരിക്കലും സത്സംഗത്തിലോ അല്ലെങ്കിൽ ഗുരുവിനെ സ്വീകരിക്കാനോ തയ്യാറാകില്ല. അപ്പോൾ ഇതാണ് വ്യത്യാസം. രണ്ടു കൂട്ടരായിട്ടുള്ള മനുഷ്യരുണ്ട്. ഒന്ന് ഈ ദുഃഖവും ദുരിതവും മനസ്സിലാക്കി ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതല്ല, ഇതോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് മൃഗത്തിന്റെ അവബോധത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോഴ് നമുക്ക് ഭഗവാന്റെ കാരുണ്യം ഒരു ജീവാത്മാവിന് വന്നു ചേരുന്നതാണ് ഈ സത്സംഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുവിനെ കിട്ടുന്നത്. രണ്ട് കാര്യം. അത് ഒരു ഭഗവാന്റെ കാരുണ്യം. നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പുണ്യകർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് അത് പരിപക്വമാകുന്നതാണ് നമുക്കൊരു സത്സംഗം കിട്ടുന്നതെന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാണ്ഡെ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ ബായ് ഭക്തിലത ബീജപ്രദ. ബ്രഹ്മാണ്ഡെ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ. ഈ ബ്രഹ്മാണ്ഡത്തിൽ കോടാനുകോടി ജീവാത്മാക്കളുണ്ട്. കോടാനുകോടി ജീവാത്മാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര കോടാനുകോടി ജീവാത്മാക്കൾ. ആ ജീവാത്മാക്കളിൽ ശരീരം കിട്ടാതെ നടക്കുന്ന എത്രയോ കോടികളുണ്ട്. അതിൽ തന്നെ ശരീരം കിട്ടുന്ന ജീവാത്മാക്കളുണ്ട്. വൃക്ഷ ശരീരം കിട്ടുന്ന അത് ഭാഗ്യമാണ്. ഈ ശരീരം കിട്ടാതെ നടക്കുന്ന ജീവാത്മാക്കളെ വെച്ച് നോക്കുമ്പോൾ വൃക്ഷ ശരീരം കിട്ടുന്നത് കുറച്ചുകൂടെ ഭാഗ്യം ചെയ്തതാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ ഭാഗ്യം ചെയ്താണ് ചെറു കീടങ്ങളും സൂക്ഷ്മജീവികളായിട്ടുള്ള ചെറു പ്രാണികൾ. അതിനെക്കാട്ടി ഭാഗ്യം ചെയ്തതാണ് ജലജീവികൾ. അതിനെക്കാട്ടി ഭാഗ്യം ചെയ്തതാണ് എന്താണ് കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യശാലിയായിട്ടുള്ള കിട്ടുന്ന ഒരു ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. ഏറ്റവും ഭാഗ്യശാലികളാണ്. അതും എങ്ങനെയാണ്? ഇപ്പോൾ സ്ത്രീ പുരുഷ സംയോഗം നടക്കുന്ന സമയത്ത് പുരുഷന്റെ ബീജത്തിൽ നിന്ന് സ്ത്രീയിലേക്ക് പ്രവേശിക്കുന്ന അതിൽ തന്നെ 10,000-കണക്കിന് ബീജ അണുക്കളാണ് വരുന്നത്. അതിൽ ഏതെങ്കിലും ഒരു അണുവിന് മാത്രമാണ് അതിലും ചാൻസ് കിട്ടുന്നത്. ബാക്കിയെല്ലാം നിഷ്ഫലമായിട്ട് വെറുതെ പോവുകയാണ് ചെയ്യുന്നത്. അതിൽ 1-2 മാത്രമാണ് ഭാഗ്യം കൊണ്ടാണ് അതിന് തന്നെ ഒരു അണ്ടത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതും അതൊരു ശരീരം രൂപവൃത്തമായി ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. അങ്ങനെ മനുഷ്യ ശരീരം കിട്ടുന്നതില്
എത്രയോ പേര് ഈശ്വരനെ അറിയാതെ, ഈശ്വരനെ മനസ്സിലാക്കാതെ നടക്കുന്ന എത്രയോ ആളുകളാണ്. ഹരേ കൃഷ്ണ. ഈ സൗണ്ട് വരുന്നുണ്ട്, അതൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാമോ? ഹരേ കൃഷ്ണ. അപ്പോൾ അതിൽ എത്രയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്രയോ കോടാനുകോടി മനുഷ്യര് ഈശ്വര അവബോധം ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അതിൽ തന്നെ കുറച്ചു പേർക്ക് മാത്രമാണ് ഈശ്വരനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. ആ ഈശ്വരനെ കുറിച്ച് അറിയാൻ പറ്റുന്നവർ തന്നെ പല ആരാധനകളിൽ ഏർപ്പെട്ട് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, അല്ലേ? അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചു പേരാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കുന്നത്. ആ പരമദിവ്യോത്തമ പുരുഷനെ അംഗീകരിച്ചിട്ട് വളരെ കുറച്ചു പേര് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ 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 ദുർലഭമാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി കിട്ടുന്നതെന്നാണ്. ഈ മനുഷ്യശരീരം കിട്ടുന്നത് തന്നെ വളരെ ദുർലഭമാണ്. ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, ദുർലഭോ മനുഷ്യദേഹ ദേഹിന ക്ഷണഭംഗുരം തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയ ദർശനം എന്നാണ്. ദുർലഭ മനുഷ്യദേഹ, ഈ മനുഷ്യദേഹം കിട്ടുന്നത് തന്നെ വളരെ ദുർലഭമാണ്. ദുർലഭ മനുഷ്യദേഹം ദേഹിനാം ക്ഷണഭംഗുരം. അങ്ങനെ കിട്ടുന്ന ശരീരത്തില്, ആ ദേഹം കിട്ടുന്ന ശരീരമാണെങ്കിൽ ക്ഷണഭംഗുരം, ഒരു നിമിഷം നേരം കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുകയാണ്? ഇല്ലാതായി പോകും. വളരെ ക്ഷണഭംഗുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ചൂടായി കിടക്കുന്ന ഒരു ഇരുമ്പ് ദണ്ടിൽ ഒരു തുള്ളി ചുട്ടുപഴുത്ത് കിടക്കുന്ന ഒരു ഇരുമ്പ് ദണ്ടിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് എത്ര സമയം അതിൽ നിലനിൽക്കാൻ പറ്റും? ക്ഷണം കൊണ്ടങ്ങ് ഇല്ലാതായി പോകും, അല്ലേ? അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സമയത്തിൽ നമ്മുടെ ആയുസ് ദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ ക്ഷണഭംഗുരമാണ്, പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതാണ്. അപ്പോഴും മനുഷ്യദേഹം കിട്ടുന്നത് വളരെ ദുർലഭമാണ്. അങ്ങനെ കിട്ടുന്ന ശരീരമാണെങ്കിൽ എന്താണ്? ദുർലഭ മനുഷ്യദേഹം ദേഹിനാം ക്ഷണഭംഗുരം, പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു ശരീരത്തിൽ തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. വൈകുണ്ഠ ലോകത്തിനെ കുറിച്ച്, വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനെ പറ്റിയുള്ള അറിവ് കിട്ടുന്നത് അതിനെക്കാട്ടിയും വളരെ ദുർലഭമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് ഭഗവാന്റെ വളരെ കാരുണ്യമാണ്. വിത്രാസുരൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, മാമുത്തമ ശ്ലോക ജനേഷു സഖ്യ സംസാര ചക്രേ ഭ്രമിത സ്വകർമ്മഭി ത്വന്മായാത്മജദാരഗേഹേ ശ്വസക്ത ചിത്തസ്യ നാനാദ്ഭൂയാത്. വിത്രാസുര ഭഗവാനോട് പറയുന്നു, ഭഗവാനെ മാമുത്തമ ശ്ലോക ജനേഷു സഖ്യം. ഭഗവാനെ, എനിക്ക് അങ്ങയുടെ പ്രകൃതികൾ, അങ്ങയെ എപ്പോഴും കീർത്തിക്കുന്ന ഉത്തമ ഭക്തരായിട്ടുള്ള ആളുകളുടെ സത്സംഗം എനിക്ക് വേണം. അല്ലാതെ ഈ ജന്മകർമ്മങ്ങളിൽ കുടുങ്ങിക്കഴിയുന്ന വിഷയികളായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള എനിക്ക് സഹവാസം ഒരിക്കലും തരരുത്. എപ്പോഴും ആ ഉത്തമ ശ്ലോക ജനേഷു സഖ്യം, അങ്ങയെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ഭക്തന്മാരുടെ സഹവാസം എനിക്ക് വേണം. അത് മാത്രമേ എന്റെ രക്ഷയ്ക്കായിട്ടുള്ളത് എന്നാണ് വിത്രാസുരൻ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? പിന്നെ പറയുന്നുണ്ട്, സാധുസംഗ ലവമാത്ര സാധുസംഗ ലോകമാത്ര സത്സംഗ സർവ, അല്ലെ? പിന്നെ സർവശാസ്ത്രകയെ എന്ന് പറയുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ. അതില് സാധുസംഗ ലവമാത്ര പോയി, ഒരു ലവമാത്രം, ഒരു ശകലമെങ്കിലും നമുക്ക് എന്താണ് ഒരു സാധുസംഗം കിട്ടണമെങ്കിൽ ഏറ്റവും ദിവ്യമാണെന്നാണ്. പിന്നെ എന്താണ് അത് സർവസിദ്ധി, നമുക്ക് സർവസിദ്ധിക്കും അത് കാരണമാക്കുന്നതാണ്. ശ്രീല പ്രഭുപാദന്റെ കാര്യം നോക്കിയാണ്, ശ്രീല പ്രഭുപാദന്റെ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു ഭക്തനാണ് നമ്മൾ നോക്കിയാണ്, അല്ലെ? ഇതൊരു സാധാരണപ്പെട്ട ഒരു ആളല്ല. ഭഗവാൻ ബദ്ധ ജീവാത്മാക്കളെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള ഒരു ആചാര്യനാണ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദൻ എന്ന് പറയുന്നത്. കാര്യം ഒരിക്കൽ അദ്ദേഹം വെസ്റ്റേണിലേക്ക് പോകുന്ന സമയത്ത് ഒരു എയർപോർട്ടിൽ അദ്ദേഹത്തിന് കുറച്ച് സമയം അവിടെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ആ കാവ്യ വേഷം കണ്ടിട്ട് ഒരു ഇന്തോനേഷ്യക്കാരൻ, അതായത് ഇന്തോനേഷ്യയിലെ ബാലിയിലുള്ള ഒരാള് അദ്ദേഹത്തിന് അടുത്ത് വന്നു. ചില പ്രഭാത അദ്ദേഹവുമായിട്ട് ഒരു അരമണിക്കൂർ മാത്രമേ സംസാരിച്ചുള്ളൂ. ആ ഒരു അരമണിക്കൂറിൽ
അദ്ദേഹം വളരെയധികം ആധ്യാത്മിക പ്രചോദിതനായി തീർന്നു. അതോടുകൂടി തന്നെ അദ്ദേഹം ബാലിയിൽ നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ഈ ഭഗവാന്റെ മഹിമകൾ എന്ത് ചെയ്തു പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ വളരെയധികം നമ്മുടെ ഭക്തി അവിടെ വിപുലപ്പെടുത്തി. ചില പ്രഭുപാദർ ഒരു കുറച്ച് സമയം അദ്ദേഹവുമായിട്ട് ചെലവാക്കിയതേ ഉള്ളൂ. ആ ഭക്തൻ എന്ത് സംഭവിച്ചു? അതിന് പരിവർത്തനം സംഭവിച്ചു. അതായത് ഒരു ദീക്ഷ കൊടുത്തു എന്ന് തന്നെ പറയാം. ആ സമയത്ത് ആ ഗുരുവിൽ നിന്ന് കിട്ടിയ ആ ഒരു സത്സംഗം കൊണ്ട് അദ്ദേഹം ബാലിയിൽ വളരെയധികം നമ്മുടെ ഇസ്കോണിന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനും ഭക്തന്മാരെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. അതുപോലെ തന്നെ റഷ്യയില് ശ്രീല പ്രഭുപാദർ 1971 ശ്യാമാനന്ദ പ്രഭുവും അതുപോലെ തന്നെ അരവിന്ദ പ്രഭുവുമായിട്ട് റഷ്യയിൽ പോയി. 1971 5 ദിവസം മാത്രമേ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ യാത്രയുടെ ദിവസം കൂടെ ഉൾപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസം മാത്രമാണ് ശ്രീല പ്രഭുപാദർ റഷ്യയിൽ വസിച്ചിട്ടുള്ളത്. ആദ്യത്തെ ദിവസം അദ്ദേഹം ട്രാവലിൽ അവിടെ വന്ന് ഇറങ്ങി. അദ്ദേഹത്തിന് എന്താണ് അങ്ങനെ ആരുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം ഒരു ലൈബ്രറിനെ മാറ്റി കണ്ടു. നമ്മുടെ ഭഗവത്ഗീതയുടെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ലൈബ്രറിയിൽ നമ്മുടെ ബുക്ക് വയ്ക്കണം, അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. കാര്യം അവിടെ വളരെയധികം റെസ്ട്രിക്ഷൻ ഉള്ള ഒരു സ്ഥലമായിരുന്നു റഷ്യ ആ കാലഘട്ടത്തിൽ. വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. ഈശ്വരാവബോധം അങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല. അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അവരെ പിടിച്ച് ജയിലിലിടും. അപ്പോൾ ഇതൊക്കെ അറിയാം ശ്രീല പ്രഭുപാദൻ. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന് അവിടുത്തെ ജീവാത്മകളെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം ഇങ്ങനെ ഒരു സന്യാസി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു വംശജൻ, അദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഇവാൻ, അത് റഷ്യയിലുള്ള ആളായിരുന്നു. ഇവാൻ എന്ന് പറഞ്ഞ ആള്. ഇവർ രണ്ടുപേരും കൂടി ശ്രീല പ്രഭുപാദനെ കാണാൻ വന്നു. ഇപ്പോഴ് റഷ്യ വംശജനായിട്ടുള്ള ഇവാൻ ശ്രീല പ്രഭുപാദനെ കണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം കോരിത്തരിച്ചു പോയെന്നാണ് പറയുന്നത്. പ്രഥമ ദൃഷ്ട്യ ശ്രീല പ്രഭുപാദനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം കോരിത്തരിച്ചു. അതാണ് അവരുടെ മുൻ ജന്മത്തിലുള്ള എന്തോ ഒരു ബന്ധം കാണും. അപ്പോൾ ആ ഇവാനെയും നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വംശജനായിട്ടുള്ള നാരായണനെയും രണ്ടുപേരെയാണ് കിട്ടിയത്. ശ്രീല പ്രഭുപാദ് അവരുമായിട്ട് സംസാരിച്ചു. ശ്രീല പ്രഭുപാദർ ആദ്യ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചും ആത്മാവിനും ഭഗവാനെ പറ്റിയുള്ള ബന്ധത്തിനെ കുറിച്ചും എല്ലാമാണ് സംസാരിച്ചത്. അപ്പോൾ ആദ്യത്തെ ശ്രീല പ്രഭുപാദന്റെ അസോസിയേഷൻ കേട്ടപ്പോൾ തന്നെ ഇവാൻ വളരെയധികം പ്രചോദിതമായി. അദ്ദേഹം പിറ്റേ ദിവസം ശ്രീല പ്രഭുപാദന്റെ അടുത്ത് വരികയും സത്സംഗം കൂടുകയും ചെയ്തു. അപ്പോഴേ 2-3 ദിവസം കൊണ്ട് അവർക്ക് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായി. ആ ഇവാനാണ് പിന്നെ അദ്ദേഹം ശ്രീല പ്രഭുപാദരിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും അനന്ത ശാന്തിദാസ് എന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. ആനന്ദ ശാന്തിദാസ് എന്നാണ് ഇവാൻ പിന്നെ അറിയപ്പെടുന്നത്. അദ്ദേഹം പിന്നെ ശ്രീല പ്രഭുപാദ് അവിടെ നിന്ന് പോയി. കാര്യം അദ്ദേഹത്തിന് പിന്നെ അവിടെ പ്രചരിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ ശ്രീല പ്രഭുപാദ്. കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള രാജ്യമാണ് അന്ന് റഷ്യ അല്ലേ. അപ്പോഴ് ആ സമയത്ത് ഇവാൻ അദ്ദേഹത്തിന് ശ്രീല പ്രഭുപാദന്റെ ദീക്ഷ കിട്ടിയതിനു ശേഷം അദ്ദേഹം പ്രചരിപ്പിച്ചു. അദ്ദേഹം ഈ റഷ്യയുടെ പല സ്ഥലങ്ങളിലും പോയി കൃഷ്ണാവബോധത്തിനെ കുറിച്ചും ബുക്കുകളും വായിച്ചിട്ട് അദ്ദേഹം പ്രചരിപ്പിച്ചു. 1981 അദ്ദേഹത്തിന് ഗവൺമെന്റ് അവിടുത്തെ KGB എന്ന് പറയുന്ന പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളം അദ്ദേഹത്തിനെ ജയിലിലിട്ട് KGB പോലീസ് ജയിലിലിട്ടതിന് ശേഷം അദ്ദേഹത്തിനെ വീണ്ടും റിലീസ് ചെയ്തു. പക്ഷെ റിലീസ് ചെയ്തതിനു ശേഷം 1983 അദ്ദേഹത്തിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സമയത്ത് അവിടെ കുറെ ഡിവോട്ടികളൊക്കെ ഉണ്ടായി തുടങ്ങി. ഈ സമയത്ത് പ്രേമവതി ദാസി മാതാജി, ആ മാതാജിയും പോലീസ് പിടികൂടി. ആ പ്രേമവതി ദാസി മാതാജി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കൃഷ്ണാവബോധം ഉൾക്കൊണ്ട് വളരെയധികം പ്രചോദിതമായിട്ട് എല്ലാവർക്കും വളരെയധികം കൃഷ്ണാവബോധം കൊടുത്തുകൊണ്ടിരുന്നു. പ്രേമവതി മാതാജിയെയും ഇതുപോലെ KGB പോലീസ്, അവിടുത്തെ KGB പോലീസോ പട്ടാളമാണ് അന്ന് അവരറിയപ്പെടുന്ന അങ്ങനെയാണ്, പിടികൂടി അവരെയും ജയിലിലടച്ചു. കാര്യം ആ സമയത്ത് അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. മാത്രമല്ല 3-ാമത് അവർ ഗർഭിണിയുമായിരുന്നു അവരെ ജയിലിലടയ്ക്കുന്ന സമയത്ത്. 1983 ഇവർ രണ്ടുപേരെയും ജയിലിലടച്ചു.
ഈ മാതാജി ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ജയിലിലടച്ചു. അവര് ജയിലിൽ വെച്ച് തന്നെ അവർ പ്രസവിച്ചു. 11ാമത്തെ മാസത്തിൽ അവരുടെ 3ാമത്തെ ആ കുട്ടി എന്ത് ചെയ്തു? ശരീരം ഉപേക്ഷിച്ചു. കാര്യം അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള പീഡനമായിരുന്നു അവരെ റഷ്യൻ പോലീസ് ചെയ്തിരുന്നത്. അത്രയ്ക്കുള്ള ക്രൂരമായിട്ടുള്ള ഇതായിരുന്നു. നമ്മൾ അവിടുത്തെ ആ കഷ്ടപ്പാടുകൾ നോക്കിയാൽ സാൾട്ട് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് സർവഭാവന ദാസ് എന്ന് പറയുന്ന ഒരു പ്രഭു സാൾട്ട് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ ചരിത്രം എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം റഷ്യൻ ഡിവോട്ടികൾ ആ സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. കൃഷ്ണാവധം പ്രചരിപ്പിക്കും. അവർക്ക് അവിടെ നിന്നുള്ള പോലീസിൽ നിന്ന് ധാരാളം പീഡനങ്ങൾ അനുഭവിക്കുന്നു. ധാരാളം പേരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അവർ ജയിലിനകത്ത് വെച്ചിട്ട് ബ്രെഡ് കൊടുക്കും. ആ ഉണക്ക ബ്രെഡ് അതിനെ ഉരുട്ടി അതിനെ നൂലിൽ കോർത്തിട്ടാണ് അവർ ജപിച്ചുകൊണ്ടിരുന്നത്. വളരെയധികം ദുഃഖകരമായിരുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര 10,000-കണക്കിന് ഡിവോട്ടികളാണ് റഷ്യയിലുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം പറയാൻ കാര്യം സാധുസംഘ സർവശാസ്ത്രമായി ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഖയ എന്നാണ് അല്ലെ. ലവമാത്രമായിട്ടുള്ള സാധുസംഘം അത്രയ്ക്കധികം നമുക്ക് വളരെയധികം ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകും. അതിനാൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് സാധുസംഘമാണ്. ആ ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാരദ മഹർഷിക്ക് അതുപോലെ തന്നെ. നാരദ മഹർഷി ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദാസ്യപുത്രനൊന്നുമല്ല. 3 തരത്തിലുള്ള ആത്മാക്കളുണ്ട്. 1 ബദ്ധാത്മാക്കള്, 2 മുക്താത്മാക്കള്, 3 നിത്യമുക്താത്മാക്കൾ. നാരദ മഹർഷി എന്ന് പറയുന്നത് നിത്യമുക്താത്മാക്കളാണ്. ഭഗവാന്റെ പാർഷദന്മാരിൽ ഒരാളാണ് നാരദ മഹർഷി. നിത്യമുക്താത്മാക്കളാണ്. എപ്പോഴും ഭഗവാന്റെ ലീലകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിന് ഭഗവാന്റെ നിശ്ചയപ്രകാരം അദ്ദേഹത്തിന് ചില ലീലകൾ ആറാടായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ബദ്ധ ജീവാത്മാക്കൾ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാൽ അദ്ദേഹം ഒരു ദാസ്യപുത്രൻ എന്ന് പറഞ്ഞാലും അദ്ദേഹം നിത്യമുക്തമായ. അതിനാലാണ് അദ്ദേഹത്തിന് ആ സാധുസംഘത്തിലാൽ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എന്താണ് മാറ്റം സംഭവിച്ചത്. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ നിന്നുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. സാധുസംഘത്തിന് എത്രമാത്രം പ്രാധാന്യം, അതിന് അത്ര പ്രാധാന്യമാണ് സാധുസംഘം. അതുപോലെ ശുദ്ധഭക്തമായ സാധുസംഘം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഈ സാധുസംഘത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്കൊരു ആധ്യാത്മിക ആചാര്യനെ കിട്ടുന്നു ആ സാധുസംഘം ചെയ്തിട്ട് അല്ലെ. അപ്പോൾ ആ ആധ്യാത്മിക ആചാര്യന് നമുക്ക് ദീക്ഷ തരും. ഇപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നു, ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം താങ്കൾ എപ്രകാരമാണ് ജീവിതം കഴിച്ചു കൂട്ടിയത്. നമ്മൾ പല ആൾക്കാരും ദീക്ഷ ഇപ്പൊ ഒരുപക്ഷെ ഈ ക്ലാസ് കേൾക്കുന്നെങ്കിൽ പലരും ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ദീക്ഷ എന്ന് പറയുന്ന 2 വാക്കുകൾ ചേരുന്നതാണ്. ദീക്ഷ, ദി എന്ന് പറയുന്ന ഒരു അക്ഷരവും അതുപോലെ ക്ഷ എന്ന് പറയുന്ന അക്ഷരം, ഇത് രണ്ടും ചേർന്നാണ് ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യ ജ്ഞാനം, ക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരിക്കുക. അപ്പോൾ ദിവ്യജ്ഞാനം വിശദീകരിക്കുന്നതിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത്. ആര് വിശദീകരിച്ചു കൊടുക്കും? ഗുരു തന്റെ ശിഷ്യന് ദിവ്യജ്ഞാനം വിശദീകരിച്ചു കൊടുക്കും. വിശദീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവർത്തിക്കുക. ആ ദിവ്യജ്ഞാനം പറഞ്ഞു കൊടുക്കുകയും ആ ദിവ്യജ്ഞാനം ജീവിതത്തിൽ ഉൾക്കൊണ്ട് എങ്ങനെ ഭഗവാനെ സേവിക്കണം. ദിവ്യജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെ കുറിച്ചുള്ള ദിവ്യജ്ഞാനം? പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ദിവ്യജ്ഞാനം. അതാണ് ആ ദിവ്യജ്ഞാനം ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുകയും അതനുസരിച്ച് എങ്ങനെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കണം, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ദീക്ഷ എന്ന് പറയുന്നത്. അതാണ് ദീക്ഷ. ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യജ്ഞാനം, ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷപയന്തി എന്നാണ് പറയുന്നത്. ദിവ്യജ്ഞാനം ക്ഷപയന്തി എന്നുള്ളതാണ് ദീക്ഷയുടെ ശരിക്കുമുള്ള ഒരു സംസ്കൃത അർത്ഥം എന്നുള്ളത്. ദിവ്യജ്ഞാനം ക്ഷപയന്തി. ദിവ്യജ്ഞാനം ക്ഷപയന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരിച്ചു കൊടുക്കുക, മറ്റുള്ള മനസ്സിലാക്കി കൊടുക്കുക, അതെങ്ങനെ നമ്മൾ പിന്തുടരണമെന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ്. ഇപ്പോഴേ ദിവ്യജ്ഞാനം നാരദ മഹർഷിക്ക് ദീക്ഷ കിട്ടി ആരിൽ നിന്ന്? ഈ അവിടുത്തെ ഉത്കൃഷ്ടരായിട്ടുള്ള ഭക്തന്മാരിൽ നിന്ന് കിട്ടി. അത് പരിശീലിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. ഇപ്പോഴും നമ്മളും അതുപോലെ തന്നെ നമുക്ക് ദീക്ഷ എന്ന് പറഞ്ഞ ആധ്യാത്മിക ആചാര്യൻ എന്താണ് ചെയ്യുന്നത്? അതായത് ദീക്ഷയ്ക്ക് വേറൊരു രീതിയിലുള്ള അർത്ഥം പറയുന്നത് അംഗീകൃതമായിട്ടുള്ള പരമ്പരയിൽ വരുന്ന അംഗീകൃതമായ ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന ഒരു ആചാര്യൻ
ഭഗവാനുമായിട്ട് ഉറച്ചൊരു ബന്ധം സ്ഥാപിച്ചു കൊടുക്കുന്നതിനെയും ദീക്ഷ എന്ന് പറയും. മനസ്സിലായോ? അംഗീകൃതമായ ഗുരുശിഷ്യ പരമ്പര വഴി. അപ്പോൾ അംഗീകൃതമായ ഒരു ഗുരുശിഷ്യ പരമ്പര നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങൾ ഭഗവത്ഗീത പ്രമാണം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 തരത്തിലുള്ള പരമ്പരയാണുള്ളത്. ഒന്ന് ബ്രഹ്മമാധവ ഗൗഡ്യ വൈഷ്ണവ സമ്പ്രദായം, ഒന്ന് ശ്രീ സമ്പ്രദായം, ഒന്ന് കുമാര സമ്പ്രദായം, രുദ്ര സമ്പ്രദായം. ഇത് 4ഉമാണ് അംഗീകൃതമായ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. ഈ പരമ്പരയിൽ വരുന്ന ഒരു ആചാര്യൻ ഒരു ശിഷ്യനെ എന്താണ് ഭഗവാനുമായിട്ട് ഒരു ഉറച്ച ബന്ധം സ്ഥാപിക്കുന്നതിനെയും എന്തെന്ന് പറയും? ദീക്ഷ എന്ന് പറയും. ഉറച്ച ബന്ധം സ്ഥാപിക്കുന്ന ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്. അതായത് ഭഗവാനെ കുറിച്ചുള്ള ദിവ്യജ്ഞാനം നൽകിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അങ്ങനെയാണ് ഭഗവാനുമായിട്ട് ഉറച്ച ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കുക. അതാണ് ദീക്ഷ എന്ന് പറയുന്നത്. ദിവ്യജ്ഞാനം ഗുരുവിന് കിട്ടി, ഗുരുവിന് മനസ്സിലാവും ഈ ശിഷ്യൻ ദിവ്യജ്ഞാനം സ്വീകരിക്കാൻ പ്രാപ്തനായി. അപ്പോൾ ദീക്ഷ കൊടുക്കും. ദീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആരംഭം എന്നുള്ള അർത്ഥമുണ്ട്, തുടക്കം എന്നുള്ള അർത്ഥം. എന്തിനുള്ള തുടക്കം? അയാള് ഇനി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മൃഗവാസനയോടുകൂടി ജീവിച്ചു. ഇനി ആ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി ഭഗവാന് വേണ്ടിയിട്ട് ആ ജീവിതം സമർപ്പിക്കാൻ പോവുകയാണ്. അതിനുള്ള തുടക്കമാണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ദീക്ഷ. അതിന്റെ തുടക്കം എന്നുള്ള അർത്ഥമുണ്ട്, ബിഗിനിങ് എന്നുള്ള അർത്ഥമുണ്ട്. എവിടെ? ഭഗവാനെ സേവ ചെയ്യുന്നതിനുള്ള ബിഗിനിങ്. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ സേവ ചെയ്യുന്നു. ഇതാണ് ദീക്ഷയെ കുറിച്ച് പറയുന്നത്. നാരദ മഹർഷി അങ്ങനെയാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആ വരിഷ്ഠ ഭക്തന്മാരിൽ നിന്ന് കിട്ടിയതിന് ശേഷം അദ്ദേഹം പിന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളും ദീക്ഷ സ്വീകരിക്കുന്നത് എന്താണ്? ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം പരമദിവ്യത്വ പുരുഷനുള്ള ആ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഗുരു ജ്ഞാനം തരുന്നു. എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ ആരാധിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള യോഗ്യതയുണ്ട്. വെറുതെ അങ്ങ് ദീക്ഷ വരുന്നവർക്കും പോകുന്നവർക്കും കൊടുക്കുന്നില്ല. അതിനുള്ള യോഗ്യത ഒരു ശിഷ്യന് ആർജിക്കും. എന്തൊക്കെയാണ് അതിന്റെ യോഗ്യതകളെന്ന്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആ ശിഷ്യൻ തപശ്ചര്യകൾ അനുഷ്ഠിക്കാൻ തയ്യാറാണ്. തപശ്ചര്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏകാദശി ഒരു തപശ്ചര്യയാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക എന്ന് പറയുന്നത് ഒരു തപശ്ചര്യയാണ്. പിന്നെ ജന്മാഷ്ടമി പോലുള്ള ദിവസങ്ങൾ ഉപവസിക്കുക, ആചാര്യന്മാരുടെ ആവിർഭാവ തിരോധാന ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് തപശ്ചര്യകൾ വ്രതം അനുഷ്ഠിക്കുക. ഇപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക, രാവിലെ എണീക്കുക, അതുപോലെ തന്നെ ജന്മാഷ്ടമി ദിവസങ്ങൾ, ഭഗവാന്റെ അവതാര ദിനങ്ങൾ, അതുപോലെ തന്നെ ആചാര്യന്മാരുടെ തിരോഭാവ ആവിർഭാവ ദിനങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വ്രതം അനുഷ്ഠിക്കുക. ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം. അതാണ് തപശ്ചര്യ, ഒരു യോഗ്യത. പിന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയ നിയന്ത്രണമാണ്. നമ്മുടെ ഉപദേശാമൃതത്തിൽ പറയുന്ന വാചോ വേഗം, മനസ്സോ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോപസ്ഥ വേഗം, ഏതാൻ വേഗം യോ വിഷഹേത ധീര. വാചോവേഗം വാക്കിന്റെ ത്വരയെ, മനസ്സിന്റെ ത്വരയെ, വാചോവേഗം മനസ്സിന്റെ, ക്രോധത്തിന്റെ ത്വരയെ, പിന്നെ അതുപോലെ തന്നെ ഉദരത്തിന്റെ ത്വരയെ, അതുപോലെ തന്നെ ബസ്തത്തിന്റെ ത്വരയെ, ഇതുപോലുള്ള ഇന്ദ്രിയങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം വേണം. പിന്നെ ഉള്ള വേറെ മൂന്നാമത്തെ യോഗ്യത വിനയാന്വതനായിരിക്കും. എപ്പോഴും നമ്മൾ വിനയാന്വതനായിരിക്കും. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈഗോ അതിനെ അനുവദിക്കില്ല, പക്ഷെ പുറമേ എങ്കിലും നമ്മൾ പ്രകടിപ്പിക്കണം. ക്രമേണ പുറമെ നമ്മൾ ഈഗോയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സപ്രസ് ചെയ്തിട്ട് വിനയാന്വതനായിട്ട് നമ്മൾ ആദ്യമൊക്കെ അഭിനയിക്കണം. പിന്നെ ഈ അഭിനയം പിന്നെ എന്തെങ്കിലും നമ്മുടെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഭഗവാന്റെ കാരണത്താൽ അങ്ങനെയായി മാറും. വിനയാന്വതനായിരിക്കണം എപ്പോഴും. ആ ഒരു നമ്മൾ എന്ത് ചെയ്യണം, ആയിരിക്കണം. അതാണ് ഈ നമ്മുടെ ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ രാവിലെ എപ്പോഴും നമ്മൾ ശിക്ഷാഷ്ടകമായി തൃണാതപി സുനിജേന തരോരപി സഹിഷ്ണുന എന്ന് പറയും. ശരിക്കും ശ്ലോകം മാത്രം വായിച്ചാൽ പറ്റില്ല, അതിന്റെ അർത്ഥവും കൂടി നമ്മൾ എന്തെങ്കിലും വായിക്കണം. കാര്യം എന്തിനു വേണ്ടിയിട്ട് വായിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു രാവിലെ തന്നെ ആ ജ്ഞാനം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ, പിന്നെയുള്ള മണിക്കൂറുകൾ നമ്മൾ അങ്ങനെ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോഴൊരു ദീക്ഷ എടുക്കാൻ വേണ്ടിയുള്ള ഒരു യോഗ്യത വിനയാന്വതനായിരിക്കണം എന്നാണ്. എത്രമാത്രം നമ്മുടെ ഭക്തിയുടെ പുരോഗതി നമ്മൾ മനസ്സിലാക്കുന്നത്, ഭക്തി എങ്ങനെ അളക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്രമാത്രം വിനയത്വം ഉണ്ടെന്നുള്ളതാണ്. വിനയത്വം സഹിഷ്ണുതയും
അതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതാണ് ഭക്തിയുടെ ലെവൽ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സീനിയർ ആയിട്ട് 10-30 വർഷമായി ദീക്ഷ സ്വീകരിച്ചു, അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങളിൽ ശിക്ഷ എടുത്തു, എന്നിട്ടും ഈഗോയും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലും ഭയങ്കര ഒന്നിലും ഒരു അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റണില്ല, ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, അതിനെ നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. ഒരാളുടെ ഭക്തിയുടെ മെച്യൂരിറ്റി അളക്കാൻ പറ്റുന്നത് അയാളിൽ എത്ര വിനയാന്വതനും സഹിഷ്ണുതയും ക്ഷമാശാലിയും മറ്റുള്ളവരുള്ള കാരുണ്യവും, അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇതൊക്കെ ക്രമേണ പ്രാക്ടീസ് കൊണ്ടേ നമുക്ക് നടക്കുക. ഇപ്പോഴും വിനയാന്വതനായിരിക്കണം. പിന്നെ സേവന മനോഭാവം ഉണ്ടായിരിക്കും. അടുത്തൊരു യോഗ്യത, നമുക്ക് സേവന മനോഭാവം ഉണ്ടായിരിക്കും. ആരൊക്കെ സേവ ചെയ്യാനുള്ള? ഗുരുവിനെ സേവ ചെയ്യാനുള്ള മനോഭാവം, ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവനം ചെയ്യാനുള്ള മനോഭാവം, അതുപോലെ തന്നെ ഭക്തന്മാരെ സേവനം ചെയ്യാനുള്ള മനോഭാവം, അത് നമുക്കുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ബംഗ്ലാദേശിൽ വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോഴത്തേക്ക് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കണം. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ബംഗ്ലാദേശിലാണ് നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ കേരളത്തിലെങ്കിലും നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാളിന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളും അതിന് സ്ട്രൈക്ക് ചെയ്യണം. ആ ഭക്തൻ നമ്മളിവിടെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് അറിയണമെന്നില്ല, പക്ഷെ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകളുടെ ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധകൾ ക്രമേണ അത് എന്ത് ചെയ്യും? ശരിക്കും ഭരണാധികാരികൾ എത്തിച്ച് അത് ഒരു ഇതുണ്ടാക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെയധികം പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഒരു ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു, അതൊരു സേവയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭക്തന്മാരെയും സേവ ചെയ്യണം, അതൊരു സേവയാണ്. കാര്യം നമ്മളെ ഒരു കൂട്ടത്തിലുള്ള ഒരാളെ യാതൊരു തെറ്റും ചെയ്യാതെ ഒരാൾ ശിക്ഷിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ അത് കർമ്മഫലമാണ്, അത് അങ്ങനെ ആയിക്കോട്ടെ, ഭഗവാൻ രക്ഷിച്ചോളും എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ രക്ഷിക്കും, പക്ഷെ നമ്മളും സഹായിക്കണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളൊരു നാമജപം കൊണ്ട് അദ്ദേഹത്തിന് ഫോട്ടോ വെച്ചിട്ട് എന്താണ് അതിനുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഒക്കെ ഒരു ഇതാണ്, അതൊരു നമ്മൾ എന്താണ് ഒരു കൂട്ടായ്മയാണ് കണ്ടത്. നമുക്ക് നമ്മൾ ഹിന്ദു വർഗത്തിന് ഇല്ലാത്തതാണ്, ഒരുമിപ്പില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമ്മളെ വിഘടിപ്പിച്ച് നമ്മുടെ സനാതന മൂല്യത്തിന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. കൂട്ടായ്മ, ഒരുമിച്ച് ഇല്ല. പല രീതിയിലും ജാതീയമായിട്ടുള്ള രീതിയിൽ നമ്മൾ വിവേചനം കാണിച്ച് പലരും സ്പ്ലിറ്റ് ആയിരിക്കുന്നതാണ്, ഒരു ഒരുമിപ്പില്ല. അത് കാരണം നമ്മുടെ സനാതന ധർമ്മത്തിന് മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിന് തകർക്കാൻ പറ്റും. എനിവേ, അപ്പോഴും ഞാൻ പറഞ്ഞത് സേവന മനോഭാവം വളരെ അത്യാവശ്യമാണ്. ഗുരുവിനെ നമ്മൾ സേവിക്കണം, അതുപോലെ തന്നെ ഭഗവാനെ സേവിക്കണം, ഭക്തന്മാരെ സേവിക്കണം. പിന്നെ ഗുരുവിൽ നിന്ന് നമ്മൾ ജ്ഞാനം, അടുത്തൊരു യോഗ്യതയാണ്, ഗുരുവിൽ നിന്നും ജ്ഞാനം നമ്മൾ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറാവും. ഗുരുവിന്റെ അടുത്ത് എന്നിട്ട് എപ്പോഴും ജ്ഞാനം സ്വീകരിച്ചുകൊണ്ടിരിക്കണം. കാര്യം ജ്ഞാനം ഒരു പ്രാവശ്യം സ്വീകരിച്ചിട്ട് ഉടനെ നിർത്താൻ പാടില്ല. എപ്പോഴും നമ്മൾ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഇതിൽ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഭഗവത്ഗീത, ഭാഗവത, ശ്രീല പ്രഭുപാദന്റെ ബുക്കുകൾ എപ്പോഴും വായിക്കണം, അല്ലെങ്കിൽ ഭക്തന്മാരിൽ നിന്നുള്ള ക്ലാസ്സുകൾ കേൾക്കണം. എന്തെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ജ്ഞാനം എപ്പോഴും നമ്മൾ ആർജിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ എന്നതാണ് അവ്യഭിചാരണ ഭക്തി. വ്യഭിചാരം നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അവ്യഭിചാര ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏകാന്ത ഭക്തി വേണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, സർവധർമ്മ പരിത്യേജ മാം ഏകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. ശങ്കരാചാര്യ പറഞ്ഞത് ഏകം ദേവകി പുത്ര ഏവ, ഒരൊറ്റ ദേവനേ ഉള്ളൂ. സമസ്ത ദേവന്മാരിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടനായിട്ട് ഒരു ദേവൻ, ഏകം ദേവകി പുത്ര, ദേവകിയുടെ പുത്രനായിട്ടുള്ള വാസുദേവൻ ഭഗവാനാണ് ഒരൊറ്റ ആള്. ഏകം ദേവകി പുത്ര ദേവ, ഏകോ ദേവ ദേവകി പുത്ര ഏവ, ഏകോ മന്ത്ര തസ്യ നാമാനി. ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ സംസാര സാഗരത്തിൽ രക്ഷപ്പെടുത്തുന്ന മന്ത്രം, അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മന്ത്രമാണ്. ഏകം ശാസ്ത്രം ദേവകി പുത്ര, ഒരൊറ്റ ശാസ്ത്രം പഠിച്ചാൽ മതി, ദേവകി പുത്രൻ പറഞ്ഞിട്ടുള്ള ഗീത പഠിച്ചാൽ മതി, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴ് ഇവിടെ അഭിവിചാരണ ഭക്തി വേണം. ദീക്ഷ സ്വീകരിക്കാൻ യോഗ്യതയുള്ള ഒരാളുടെ ഇതാണ് അഭിവിചാരണ ഭക്തി. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകാന്ത ഭക്തി, ആ ഭഗവാനെ ആയിരിക്കണം ശരണം പ്രാപിക്കേണ്ടത്. അല്ലാതെ ദീക്ഷ എടുത്തതിന് ശേഷം പിന്നെ സ്വാമിയെ അയ്യപ്പോ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ല. അത് വ്യഭിചാര ഭക്തിയായി മാറും. അല്ല, ഇപ്പം ശബരിമല സീസണാണ്,
പല ആൾക്കാരും ചിലപ്പോൾ ശബരിമലയ്ക്കൊക്കെ പോകാൻ തയ്യാറായിട്ടുണ്ട് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം. ഭഗവാനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം പിന്നെ വീണ്ടും സ്വാമിയെ അയ്യപ്പോ ശരണം അയ്യപ്പോ എന്നൊക്കെ പറയും. ശരണം, അവിടെ അയ്യപ്പനെയാണ് ശരണം പ്രാപിക്കുക, സ്വാമിയാണ് ശരണം പ്രാപിക്കുക. ശരണം പ്രാപിക്കേണ്ട ഏക വ്യക്തി ഭഗവാനാണ്. പിന്നെ തെറ്റു പറയുകയല്ല, നമ്മൾ ദീക്ഷ സ്വീകരിച്ചാൽ വളരെയധികം സീരിയസ് ആയിരിക്കും. ഭഗവാനിൽ ഏകാന്ത ഭക്തി ഉണ്ടായിരിക്കണം, അതൊരു യോഗ്യതയാണ്. പല കണ്ണൂരൊക്കെ സൈഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത കുറെ ആൾക്കാരെ അങ്ങ് വയ്ക്കും, മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വയ്ക്കും. എന്താണെന്നുള്ളത് അറിയില്ല, ഭയങ്കര ആരാധനയാണ് ആളുകൾ. അന്ധകാലേജ മാമയോ സ്മരൺ മുത്ത കളയവർ, അന്ത്യകാലത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മുക്തി കളയവരെ ഉപേക്ഷിക്കുന്നവർ ഭഗവാൻ ധാമത്തിലും. അല്ലാതെ എം ഭാവി സ്മരൺ ഭാവം ത്യജത്യന്തേ കളയവരോ, ഒരാൾ ഏതൊന്നിനെയാണ് സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നത് അവരെന്ത് ചെയ്യും? അവരവിടേക്ക് പോകും. ഇപ്പൊ അയ്യപ്പനെയാണ് സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കണമെങ്കിൽ ധാരാളം അയ്യപ്പ ഭക്തന്മാരുണ്ട്. എന്ത് സംഭവിക്കും? അയ്യപ്പന് പ്രത്യേക ലോകമൊന്നുമില്ല, നമ്മുടെ ശാസ്ത്രങ്ങളിലൊന്നും പറഞ്ഞിട്ടുമില്ല അയ്യപ്പനെ കുറിച്ച്. ശാസ്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് ശിവന്റെ ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. അയ്യപ്പനെ കുറിച്ച് അങ്ങനെ എന്താണ് ശാസ്ത്രങ്ങളിൽ പറയുന്നുമില്ല. പിന്നെ ഇപ്പം പ്രചരിപ്പിച്ച് കേരളമായി, തമിഴ്നാടായി, ആന്ധ്രയായി, കർണാടകമായി അങ്ങനെ പ്രചരിപ്പിച്ച് പോണെന്നേ ഉള്ളൂ. അപ്പോഴേ ഇല്ലാത്ത നമ്മൾ ശാസ്ത്രങ്ങളിൽ പറയാത്ത ഒരു ആരാധനയെ നമ്മൾ വെച്ച് അതിനെ കൂടുതലായിട്ട് നമ്മൾ ആരാധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ സമയം വെറുതെ പാഴായി പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ ദുർലഭ മനുഷ്യദേഹോ ദേഹിന ക്ഷണഭംഗരം, പെട്ടെന്ന് നശിച്ചു പോകുന്ന ക്ഷണഭംഗം. തത്തള ദുർലഭം മന്യ വൈകുണ്ഠ പ്രദേശം. അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ പ്രവർത്തിക്കുകയാണ് ഏറ്റവും അത്യാവശ്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു യോഗ്യത, അഭിവിചാരണ ഭക്തി, ഭഗവാനിൽ ഏകാന്ത ഭക്തി ഉണ്ടായിരിക്കും, അതാണ് വേണ്ടത്. അതാണ് ഭഗവാൻ പറഞ്ഞത്, സർവധർമ്മം പരിത്യജ മാമേകം ശരണം, അല്ലെ, എന്നെ ശരണം പ്രാപിക്കുക. ശരണം പ്രാപിക്കാൻ പറ്റുന്നത് ഭഗവാന് മാത്രമേ. കാര്യം ഭഗവാൻ പറഞ്ഞു, അഹം സംധൃത മൃത്യു സംസാര സാഗര, എന്നെ ശരണം പ്രാപിച്ചാൽ എന്താണ് ഫലം? അഹം സംധൃത മൃത്യു സംസാര സാഗര, ഈ മൃത്യു സംസാര സാഗരത്തിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും. അതാണ് അതിന്റെ നേട്ടം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ദീക്ഷ സ്വീകരിക്കാനുള്ള വേറെ യോഗ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യമനിയമങ്ങൾ പാലിക്കുക എന്നതാണ്. യമനിയമം, നിയമം, ഇത് രണ്ട് വാക്കുകളാണ്. യമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, അതാണ് നിയമം. ഇപ്പൊ എന്താണ് യമനിയമം? യമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. ഒന്ന്, ചൂതുകളി പാടില്ല, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അവിഹിതമായിട്ടുള്ള ലൈംഗിക ബന്ധം പാടില്ല, പിന്നെ നമ്മൾ എന്താണ് മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, മത്സ്യമാംസാദികൾ പാടില്ല. ഈ 4 കാര്യത്തിൽ ഏറ്റവും തീവ്രമായിട്ടുള്ളതും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതും ഒറ്റ കാര്യമുള്ളൂ, മത്സ്യമാംസം ഉപേക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ ഈ 4 കാര്യത്തിൽ ഏറ്റവും വലിയ പാപം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മത്സ്യമാംസമാണ് ഏറ്റവും വലിയ പാപം. ഈ മാംസം കഴിക്കുന്നത് വേറൊരു ജീവിയെ കൊന്നിട്ടാണ്, അപ്പോൾ അതിനൊരു പ്രാണനെ നഷ്ടപ്പെടുത്തിയിട്ടാണ്. അതിനും എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ ശരീരം പ്രിയപ്പെട്ടാണ്. നമ്മുടെ ശരീരം എങ്ങനെയാണ് നമുക്ക് പ്രിയപ്പെട്ടത്, അതുപോലെ തന്നെ എല്ലാവരുടെ ശരീരവും പ്രിയപ്പെട്ടതാണ്. കർമ്മങ്ങൾക്കനുസരിച്ചാണ് അവർക്ക് ആത്മാവിനെ ആവരണം ചെയ്ത് ഒരു ശരീരം കിട്ടുന്നത്. അത് ആ കാലയളവിൽ ആ ശരീരത്തിൽ അതിന് ജീവിക്കാൻ പ്രകൃതി കൊടുത്തിട്ടൊരു സമയമുണ്ട്. അതിനു മുമ്പേ നമ്മൾ അതിനെ കൊല്ലുക, അതിനെ ഉപദ്രവിച്ച് അതിന്റെ മാംസം കഴിക്കണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം. 4 പാപമാണെങ്കിലും ഇത് ഏറ്റവും ഉത്കൃഷ്ടപരമായ പാപം എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് പാടില്ല. ചൂത് കളിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, മത്സ്യമാംസം ഉപയോഗിക്കാൻ പാടില്ല, അവിഹിതമായിട്ടുള്ള ലൈംഗിക ബന്ധം പാടില്ല. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രങ്ങളിൽ എന്താണോ പറഞ്ഞിട്ടിരിക്കുന്നത് അത് അനുവർത്തിക്കുക. ഭഗവാനെ ആരാധിക്കേണ്ട രീതികൾ, 16 റൗണ്ട് ജപിക്കുന്ന, ഭഗവാന്റെ നാമം ജപിക്കുന്നത്, ഇതെല്ലാം നമ്മളും അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ 2 കാര്യങ്ങളായിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ദീക്ഷ സ്വീകരിക്കാൻ നമ്മുടെ പൂർവ്വജന്മത്തിലെ വാസന കാരണം ഈ യമനിയമങ്ങൾ പാലിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പെട്ടെന്ന് തന്നെ ആ ഒരു വാസനയിലേക്ക്, പഴയ വാസനകളൊക്കെ അങ്ങനെ കഴുകിക്കളയാൻ പെട്ടെന്ന് പറ്റും. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ പറ്റില്ല. അതിന് ക്രമേണ പറ്റുള്ളൂ.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്കോണിൽ സ്റ്റെപ്പുകളുണ്ട്. ഓരോ സ്റ്റെപ്പുകൾ ഘട്ടം ഘട്ടം വയ്ക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഘട്ടം പറയുന്നുണ്ട്, അത് പ്രഭുപാദ് ശ്രദ്ധവാൻ എന്നാണ് പറയുന്നത്. പ്രഭുപാദ് ശ്രദ്ധവാൻ, അതായത് നമ്മളിപ്പോ ഒരു ഭക്തി കൃഷിയൊക്കെ തുടങ്ങി, അവിടെ പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ യമനിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ ഓടും. പിന്നെ അവർ അവിടേക്ക് ഒരിക്കലും വരില്ല. നമ്മളവിടേക്ക് പല ആളുകളും നമ്മുടെ ഇതിലേക്ക് വരാൻ, കൃഷ്ണന്റെ ഭക്തിയൊക്കെ എല്ലാവർക്കും ഉണ്ട്, നാമമൊക്കെ ജപിക്കാൻ തയ്യാറാണ്. പക്ഷെ യമനിയമം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ ഇട്ടിട്ട് പോകും. അതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല, പറഞ്ഞേ പറ്റും. അതുകൊണ്ട് പറയാൻ വേണം. പക്ഷെ അതിന് നമ്മള് പല പല സ്റ്റെപ്പുകളാണ്, ക്രമേണ. അതിൽ ആദ്യത്തെ പറഞ്ഞ പ്രഭുപാദ ശ്രദ്ധവാൻ എന്ന് പറയും. പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരോട് ആദ്യം പറയേണ്ടത് ജപം, ഒരു റൗണ്ട് ജപിക്കുക, പിന്നെ ഒരു റൗണ്ട് ജപിക്കുക എന്ന് പറയാം. പിന്നെ അവരോട് പറയുക ടെമ്പിളിലെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക. 3 മാസത്തിലൊരിക്കൽ 4 മണിക്കൂർ ഭഗവാന്റെ സേവ ചെയ്യുക. 3 മാസത്തിൽ 4 മണിക്കൂർ, അത്രമാത്രം മതി. 3 മാസത്തിൽ 4 മണിക്കൂർ അവരെ ഭഗവാന്റെ സേവ ചെയ്യിപ്പിക്കുക. എന്തൊക്കെ സേവ ചെയ്യിപ്പിക്കാം? ഒന്നുകിൽ അവരെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പങ്കെടുപ്പിക്കാം, അവരെ കൊണ്ട് ഹരിനാമം നമ്മൾ സങ്കീർത്തനം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുപ്പിക്കാം, ക്ഷേത്രം ക്ലീൻ ചെയ്യുന്നതിലേക്ക് പങ്കെടുപ്പിക്കാം. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്, ക്ഷേത്രം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ പുതിയ ആൾക്കാരും ചേർന്ന് നമ്മൾ ഏതെങ്കിലും സേവ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു സീനിയർ ഡിവോട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ പ്രവർത്തന രീതികളെല്ലാം വളരെയധികം പരിപക്വമായ രീതിയിലായിരിക്കും. അവിടെ നമ്മൾ തമാശകൾ പറയുകയും ആ രീതിയിൽ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് അത് ഇതാവും. അതുകൊണ്ട് അവിടെ പരിപക്വമായ രീതിയിലാണ്. പുതിയ ആൾക്കാരെ ആകർഷിക്കാൻ അതാണ്. ആദ്യം അവരുടെ ഒരു നാമം ജപിക്കുക. അങ്ങനെ അവരെ ജപിക്കുന്നതിന് അവരെ പറയുന്നത് പ്രഭുപാദ് ശ്രദ്ധവാൻ എന്നാണ് പറയുന്നത്. അത് 3 മാസം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ഘട്ടം കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് ചെയ്യാൻ പറയുന്നത് പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രഭുപാദ് സേവക എന്ന് പറയും. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് ജപിക്കുന്നവർ 3 മാസം ഇങ്ങനെ ഒരു റൗണ്ട് ജപിക്കുകയും ക്ഷേത്രത്തിൽ ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ എങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ അപ്പോഴെന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പിന്നെ ചില പ്രഭുപാദിന്റെ ഏതെങ്കിലും ബുക്കുകളൊക്കെ വായിക്കാൻ പ്രേരിപ്പിക്കുക. ചില പ്രഭുപാദിന്റെ ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രേരിപ്പിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുക. എന്ത് സംഭവിക്കുന്നു? അവരിൽ ഒരു ഭഗവാന്റെ നാമജപമൊക്കെ ജപിക്കുമ്പോൾ അവരിൽ ക്രമേണ ഒരു പരിവർത്തനം സംഭവിക്കും. അടുത്ത സ്റ്റെപ്പാണ് പ്രഭുപാദ് സേവക. പ്രഭുപാദ് സേവക എന്ന് പറയുന്നത് 4 പ്രാവശ്യം നമ്മൾ ജപിക്കുക. അതിൽ തന്നെ ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ വായിക്കാൻ പറയുക. ജന്മമരണങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് അവരുടെ പറയുക വായിക്കുക എന്ന് പറയുക. 4 റൗണ്ട് ജപിക്കാൻ പറയുക. ജനന മരണങ്ങൾക്കപ്പുറം എന്ന് പറയുന്ന ആ ബുക്ക് വായിക്കാൻ പറയുക. അതിൽ നിന്ന് ചെറിയ ചെറിയ ടെസ്റ്റുകൾ നടത്തുക. ഇപ്പം ഒരു വലിയ വയസ്സായ ആൾക്കാരല്ല, ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവർ വായിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അവരെ പ്രേരിപ്പിക്കുക. പിന്നെ കൃഷ്ണനെ പരമപുരുഷനായിട്ട് അംഗീകരിക്കാൻ തക്ക രീതിയിലുള്ള ജ്ഞാനം നമ്മൾ ക്രമേണ അവർക്ക് കൊടുക്കുക. അവരെ 3 മാസം കൊണ്ട് 8 മണിക്കൂർ സേവ നമ്മൾ ചെയ്യിപ്പിക്കുക. 3 മാസത്തിൽ 8 മണിക്കൂർ. കൂടുതൽ പ്രഷർ അവരെ കൊടുക്കരുത്. 8 മണിക്കൂർ അവരെ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പങ്കെടുപ്പിക്കാം, നാമസങ്കീർത്തനത്തിൽ പങ്കെടുപ്പിക്കാം, ടെമ്പിൾ ക്ലീനിങ്ങിൽ പങ്കെടുപ്പിക്കാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ ഏർപ്പെടുത്താം. അങ്ങനെ പിന്നെ അത് ഒരു ഘട്ടം. ഇപ്പൊ 2 ഘട്ടങ്ങൾ. അടുത്ത 3ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രഭുപാദ എന്ന് പറയും. അപ്പോഴതില് പ്രഭുപാദ് സാധകയില് അതിൽ പറയുന്നത് 8 റൗണ്ട് ജപം. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. സോറി, ഒരു കാൾ വന്നു, അത് എന്നെ വിളിച്ചു. ഹരേ കൃഷ്ണ. അപ്പോൾ അതിൽ പറയുന്ന പ്രഭുപാദ് സാധക 8 റൗണ്ട് ജപിക്കാൻ പറയുക. രാജവിദ്യ, പിന്നെ പെർഫെക്ഷൻ ഓഫ് യോഗ എന്ന് പറയുന്ന ഗ്രന്ഥം വായിക്കാൻ പറയുക. അവിടെ നമ്മൾ 3ാമത്തെ ഘട്ടത്തിൽ നമ്മൾ അവരോട് പറയുക ഏകാദശി വ്രതം പിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അവരോട് പറയുക. ഏകാദശി വ്രതം പിടിക്കുന്നതിനെ കുറിച്ച് പറയുക. അപ്പോഴും നമ്മൾ പറയുക, നിങ്ങൾ 4 യമനിയമങ്ങൾ പാലിക്കുന്നത് നന്നായിരിക്കും. മത്സ്യമാംസം ഉപയോഗിക്കുന്നത് അത് മോശമാണെന്നുള്ള കാര്യം പറയുക.
അങ്ങനെ എന്ത് ചെയ്യുക, ആ വക കാര്യങ്ങൾ അവരെ എന്ത് ചെയ്യുക, പറയുക. മനസ്സിലായ? മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ അവർ 8 പ്രാവശ്യം ജപം തുടങ്ങി, 8 റൗണ്ട് ജപം തുടങ്ങി. അവരിപ്പം കുറച്ചുകൂടെ നമ്മുടെ ഇതിന് ആക്റ്റീവായി. അങ്ങനെ ക്രമേണ അവരെ ഉയർത്തി. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രഭുപാദ് ഉപാസക എന്ന് പറയും. പ്രഭുപാദ് ഉപാസക, ഇതൊക്കെ ഓരോ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക, നമ്മൾ തയ്യാറാക്കണം. അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതിയ ആൾക്കാർ കൂടുതൽ ആകർഷകമാണ്. നമ്മൾ അവരെ എന്ത് ചെയ്യണം, ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെൽവിഷർ ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് പരമമായ ലക്ഷ്യം ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം. അത് എപ്പോഴവർ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആധ്യാത്മികത്തിന്റെ കുറച്ചൊന്ന് ടേസ്റ്റ് അവർക്ക് അനുഭവിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അവർ മനസ്സിലാക്കി തുടങ്ങും, ഞാൻ എത്ര ഭാഗ്യവാൻ, ഈ ഭക്തന്മാരുമായിട്ട് ചേർന്നില്ല ഞാൻ എത്ര ഭാഗ്യവാൻ അപ്പോഴവരെ റിയലൈസ് ചെയ്യും. ഇപ്പോഴേ അവർക്കറിയാം. അതുകൊണ്ട് അവരെ ക്രമേണ നമ്മൾ വരുത്തിക്കൊണ്ടുപോയി. പ്രഭുപാദ ഉപാസക എന്ന്. ഈ പ്രഭുപാദ ഉപാസകയിലും നമ്മൾ 12 റൗണ്ട് ജപിക്കാൻ അവരോട് പറയുക. ടെമ്പിളിലെ എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യാൻ പറയുക. മംഗളാരതി അറ്റൻഡ് ചെയ്യാൻ പറയുക. ഭാഗവതം ക്ലാസ്, ഭഗവത്ഗീത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറയുക. 4 യമനിയമങ്ങൾ പാലിക്കാൻ പറയുക, പാലിപ്പിക്കണം അവരെ കൊണ്ട്. പിന്നെ ആ സമയത്ത് ടെമ്പിളിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ കൂടെ പറയുക, ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പറയുക. എന്തിനു വേണ്ടി ടെമ്പിളിൽ ഡൊണേഷൻ കൊടുക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കർമ്മത്തിന്റെ ഫലം നമ്മൾ മാത്രം ആയിക്കഴിഞ്ഞാൽ, നമ്മൾ മാത്രം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം കൂടിക്കൊണ്ട് വരും. നമ്മൾ ചെയ്യുന്ന ആ കർമ്മത്തിന്റെ കിട്ടുന്ന ജോലിയുടെ ഒരു പ്രതിഫലം ക്ഷേത്രത്തിലൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതായി. അതാണ് ടെമ്പിൾ ഡൊണേഷനുള്ള കാര്യം. നമ്മൾ ടെമ്പിളിന് വേണ്ടിയിട്ട് ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം, ജോലി ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം, അയാൾക്ക് വരുമാനമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു തുക ക്ഷേത്രത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കാൻ പറയുക. അങ്ങനെ ചെയ്യുക, അങ്ങനെ പറയുക. ഇപ്പോൾ ഇവരും 3 മാസം കൊണ്ട് 20 മണിക്കൂറെങ്കിലും അവരെ കൊണ്ട് ഭഗവത് സേവനം ചെയ്യിപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റെപ്പാണ് പ്രഭുപാദ ചരണം എന്ന് പറയും. പ്രഭുപാദ ചരണം എന്ന് പറയുന്നതാണ് നമ്മളെ ഗുരു ആശ്രയ എന്ന് പറയുന്നത്. ഗുരു ആശ്രയ എന്ന് പറയും. നമ്മൾ പറയില്ലേ ഗുരു ആശ്രയ, അതിനെ പ്രഭുപാദ ചരണം. അതിന് 16 റൗണ്ട് ജപം. അവിടെ ആകുമ്പോൾ സ്ട്രിക്റ്റ് ആവണം. ഗുരു ആശ്രയം എടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രിക്റ്റ് ആവണം. 16 റൗണ്ട് ജപം പറയണം. ഭഗവത്ഗീത 12 അധ്യായങ്ങളെങ്കിലും വായിച്ച് അതിന്റെ ടെസ്റ്റ് നടത്തിയിരിക്കണം. പിന്നെ ടെമ്പിൾ പ്രോഗ്രാം എല്ലാത്തിലും പങ്കെടുക്കാൻ പറയണം. 4 യമനിയമങ്ങൾ പാലിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഗുരു ആശ്രയം. അവിടെ സ്ട്രിക്റ്റ് ആയിരിക്കും. അതിനുശേഷമാണ് ഹരിനാമ ദീക്ഷ എന്ന് പറയുന്ന ദീക്ഷ. അപ്പോഴാണ് ഗുരു ആ ശിഷ്യന് നേരിട്ട് ജപമാല കൊടുത്ത് യജ്ഞങ്ങളും ഹോമങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടെ വച്ചിട്ട് അവരുടെ കഴിഞ്ഞു അത്രയും സമയം വരെയുള്ള എല്ലാ കർമ്മങ്ങളും എള്ളും, ഇതൊക്കെ വെളുത്ത എള്ളും ഉണ്ടാവും, കറുത്ത എള്ളും ഉണ്ടാവും. അത് അഗ്നിയിലൊക്കെ അർപ്പിച്ച് ആ കർമ്മങ്ങളെല്ലാം ഇല്ലാതാക്കി പുതിയൊരു ജീവിതം, ആധ്യാത്മിക ആ ഗുരു പറഞ്ഞു കൊടുക്കുന്ന ജ്ഞാനത്തിനനുസരിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതം അനുവർത്തിക്കുന്നതാണ് ഹരിനാമ ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരെ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ദീക്ഷയെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. സത്സംഗം ദീക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിവോട്ടികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പക്ഷെ ഇപ്പൊ നമുക്കൊരു നല്ലൊരു അവസരം ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയി. നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ബെഹറിലാണെങ്കിൽ ഞങ്ങള് ഈ കാർത്തിക മാസത്തില് ഏകദേശം 850 വീടുകളോളം നമ്മള് മലയാള സത്സംഗത്തിലുള്ള ആൾക്കാർ 850ഓളം വീടുകൾ നമ്മൾ പ്രവേശിച്ചു. അതായത് ഭഗവാൻ ദാമോദരന്റെ കഥ പറയുകയും ഓരോരോ വീടുകളിൽ ചെന്നിട്ട് ഭഗവാൻ ദാമോദരന്റെ കഥ പറയും, പിന്നെ ഭഗവത്ഗീതയെ പറ്റി പറയും, പിന്നെ ദാമോദര ആരതി ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ഈ ആളുകളെ നമ്മളിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊരു ഘടകമായി മാറി. അത് വളരെ ഒരു നല്ലൊരു കാര്യമായി മാറി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തവർക്ക് അടുക്കാൻ പറ്റും. പക്ഷെ അതിലെല്ലാവരും നമ്മൾ ക്ഷേത്രത്തിൽ വരണമെന്നില്ല. കുറച്ചു പേരൊക്കെ വരും. അതിൽ ഇപ്പൊ 850 പോയി കഴിഞ്ഞാൽ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ബെനിഫിറ്റ് ആണ്. അതുപോലെ ശരിക്കും നമ്മളെ കേരളത്തിലും ഇതുപോലെ തന്നെ ഓരോരുത്തരും പുതിയ വീടുകൾ, നമ്മൾ ബന്ധുക്കള് മറ്റുള്ളവർ വീടുകളിലൊക്കെ ഈ നമ്മൾ ചെന്ന് അവരുടെ പറയുക ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് വന്നിട്ട്, ഈ കാർത്തിക മാസമാണ്, കാർത്തിക മാസത്തിന്റെ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും.
പക്ഷെ പുതിയ പുതിയ വീടുകളിൽ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് അവരുമായിട്ട് ഒരു ബന്ധമുണ്ടാകും. അവരെ ഇതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ ടെമ്പിളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പറഞ്ഞ കണക്ക് സ്റ്റെപ്പ് ആയിട്ട് അവരെ ഈ ദീക്ഷ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പ്രഭുപാദത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനമാണ്. അങ്ങനെ ചെയ്യുക. എന്തായാലും സമയം വളരെയധികം വൈകി. വളരെ കുറച്ചുള്ള വിവർത്തനവും ഭാവാർത്ഥം മാത്രമേ ഉള്ളൂ. അതിനാലാണ് ഈ ദീക്ഷയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുകയോ എന്തെങ്കിലും കറക്ഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. ഹരേ കൃഷ്ണ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കീ ജയ്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. പ്രഭു റിപ്ലൈ ചെയ്യുന്നതാണ്. ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വളരെ നന്ദിയുണ്ട്. നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ പുതിയ കുറച്ച് നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ പുതിയ നോട്ടീസിനെ ആദ്യമായി എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഭക്തി പുരോഗമിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പ്രഭു പറഞ്ഞ ക്ലാസ് വളരെ നന്നായിരുന്നു. സന്തോഷം. നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ കൂടെ ഉള്ള ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതിനെ പറ്റി പറഞ്ഞത് വളരെ സന്തോഷം. അത് നമ്മൾ കേട്ടത് അതായത് നമ്മളിതെല്ലാം എങ്ങനെയെങ്കിലും ഭഗവാന്റെ നാമത്തിലൂടെയെങ്കിലും പ്രതികരിക്കേണ്ടത് തന്നെയാണ്. വളരെ സാഡ് ന്യൂസ്. പിന്നെ ഇത് മീഡിയക്കാരുടെ ഒക്കെ ഇന്നലെ കേട്ടിട്ട് ഇസ്കോൺ എന്താണെന്ന് ആർക്കും അറിയില്ല. അതാണ് കാര്യം. നമ്മുടെ ഡിവോട്ടീസിനെ അല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പൊ അവർ ഓരോരുത്തർ മീഡിയക്കാർ പറയുന്ന കേട്ടാ അവരെവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഒപ്പിച്ച് പറയുന്നുണ്ട്. പ്രഭുപാദരെ പറ്റി പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞത് ഈ ഇസ്കോൺകാരെന്ന് പറഞ്ഞാല് വായ്ക്കകത്ത് കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാത്തവരാ. ആ പാവങ്ങളെ എന്തിനിത് ചെയ്തു? ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി പറയുന്ന അതൊക്കെ കേൾക്കുമ്പോ വാസ്തവത്തിൽ ഭയങ്കര ഒരു വല്ലാത്ത ദുഃഖം ബാധിച്ചു പോയി മനസ്സിൽ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോ എല്ലാം ശരിയാവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും അങ്ങനെ പ്രത്യേക സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് ു പ്രഭു. ഹരേ കൃഷ്ണ. വൈഷ്ണവേഭ്യോ നമോ നമഃ. പ്രഭു ഒരു കാര്യം കൂടെ. പ്രഭു ഇപ്പൊ പറഞ്ഞല്ലോ കൃഷ്ണ സേവ, അതിന്റെ ഒരു ചാർട്ടോ അങ്ങനെ ഒരു ഗൈഡ് ലൈനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രഭു വാട്സപ്പിൽ അയച്ചുതരാമോ? ശരി പ്രഭു, അയച്ചുതരാം. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനോ ബുക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും അതിനായിട്ട് എല്ലാം ഒന്ന് അയച്ചു തരണം പ്രഭു, പ്ലീസ്. തീർച്ചയായിട്ടും അയച്ചുതരാം പ്രഭു. ഹരേ കൃഷ്ണ. എന്റെ നമ്പർ പ്രഭുവിന്റെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞാൻ അയച്ചുതരാം. നന്ദി പ്രഭു. സ്വാഗതം. ഹരേ കൃഷ്ണ. നന്ദി പ്രഭു. ഹരേ ഹരേ. പ്രണാം പ്രഭു. പ്രഭു ക്ലോസ് ചെയ്തോട്ടെ? ശരി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.